VS-നെ ഒരു നോക്ക് കാണാൻ നിൽക്കുന്ന മനുഷ്യരുണ്ട്. ഒരു നോക്കെങ്കിലും ഒരു മിന്നായം പോലെ VS-നെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യരുണ്ട്. നോക്കൂ, ഒരു വലിയ മതിലായി മാറുകയാണ് കേരളം. മതിലായി മാറുന്ന കേരളമാണ്, മനുഷ്യ മതിലായി കേരളം മാറുന്ന കാഴ്ചയാണ്. നമ്മൾ ഉദ്ദേശിച്ചതുപോലെയല്ല പ്രിയാസുനിൽ. നോക്കൂ, കഴക്കൂട്ടം എത്തിയിട്ടില്ല. കഴക്കൂട്ടം പിന്നിട്ടാൽ കണിയാപുരത്തെത്തണം. അവിടെ സഖാക്കൾ ഒന്നാകെ കൂടി നിൽപ്പാൻ. അത് കഴിഞ്ഞാൽ ആറ്റിങ്ങലെത്തണം. വർക്കലയുടെ ഈരപ്പൻകോട് അടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്ന്, കിളിമാനൂരിൽ നിന്ന് വരുന്നവർ വരിക ആറ്റിങ്ങലേക്കാണ്. ആ നഗരൂരിലുള്ളവർ, കിളിമാനൂരിലുള്ളവർ, കുളത്തൂപ്പുഴയിലും കൊല്ലത്തുമൊക്കെയുള്ളവർ, കുളത്തൂപ്പുഴയിലും അഞ്ചലിലുമൊക്കെയുള്ളവർ അവർ ആറ്റിങ്ങിലേക്കാണ് വരിക. അവിടെ വന്നാണ് സഖാവിന് വിപ്ലവാഭിവാദ്യങ്ങൾ അർപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ കഴക്കൂട്ടം പോലും എത്തിയിട്ടില്ലെങ്കിൽ ഇനിയും അധികം നേരം വൈകാൻ സാധ്യതയുണ്ട്. പക്ഷേ ആരെയും കാണിക്കാതെ പോകാൻ കഴിയില്ല പാർട്ടിക്ക്. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ ചരിത്രമാവുകയാണ്, ഒരു ചരിത്ര സംഭവമായി മാറുകയാണ് ഈ വിലാപകാവ്യം, ഈ വിലാപയാത്ര. വരും നാം പാടവൻ തോക്കിൻ മുനത്തുമ്പിൽ തോറ്റാത്തവൻ കഴക്കൂട്ടം വരെയുള്ള റോഡിൽ പോലും റോഡിൻ്റെ ഇരുവശങ്ങളിലും ആളുകൾ തടിച്ചുകൂടി നിൽക്കുന്ന കാഴ്ചയാണ്. ഏറ്റവും അധികം സ്ത്രീകളാണ് VS-നെ കാത്തിരിക്കുന്നത്. സ്ത്രീകൾ കുട്ടികളെയുമൊക്കെ എടുത്ത് ഈ രാത്രിയിൽ, ഈ ഇരുട്ടത്ത്, ഈ റോഡരികിൽ ഇതുപോലെ കാത്തു നിൽക്കുകയാണ്. VS-നെ കാണാൻ നിൽക്കുകയാണ്. എത്ര മണിക്കൂറായി നിൽക്കുന്നു? കുറച്ച് നേരമായുള്ളൂ. VS-നെ കണ്ടേ മടങ്ങൂ എന്നുള്ളതാണ്. VS-നെ കാണാതെ പോകാൻ കഴിയില്ല. മണിക്കൂറുകളായി നീണ്ട കാത്തിരിപ്പാണ്. ഇപ്പോൾ കുറച്ചുകൂടി വേഗത്തിൽ നമുക്ക് പോകേണ്ടതുണ്ട്. VS-ന് വേണ്ടിയുള്ള യാത്ര, VS-ഉമായിട്ടുള്ള യാത്ര ഇപ്പോൾ കാര്യവട്ടം പിന്നിട്ട്, കാര്യവട്ടം ക്യാമ്പസ് കഴിഞ്ഞ് ഇപ്പോൾ സാവധാനം കഴക്കൂട്ടം ജംഗ്ഷനിലേക്ക് വരികയാണ്. അവിടെ ഒരു സമുദ്രമുണ്ട് പ്രിയാസുനിൽ. കഴക്കൂട്ടത്ത് നേരംകുളം ഭാഗത്താണെങ്കിൽ കഴക്കൂട്ടത്ത് വലിയ ജനക്കൂട്ടമുണ്ടാകും തീർച്ചയായും. അപ്പോൾ കാര്യവട്ടത്ത് കണ്ടതുപോലെയല്ല, അതിനേക്കാൾ കൂടുതൽ ജനക്കൂട്ടം. ഓരോ ഇടത്തെത്തുമ്പോഴും കൂടുതൽ ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. ഓരോ ഇടത്തും നമ്മൾ തുടക്കത്തിൽ കണ്ടതല്ല, അടുത്ത ഓരോ ഘട്ടങ്ങളിലും കണ്ടത്. ആ അർത്ഥത്തിൽ എല്ലായിടത്തും ജനങ്ങളുടെ വലിയ സാഗരമായി തന്നെ മാറുകയാണ് VS-ന് അന്ത്യയാത്ര നൽകാനുള്ള ഈ ഒരു ജനപിന്തുണ. നേരത്തെ നമ്മൾ വിദ്യാർത്ഥികളുടെ കാര്യം പറഞ്ഞപ്പോൾ കേരളത്തിലെ ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികളെ മാത്രമല്ല VS സ്വാധീനിച്ചിട്ടുള്ളത്. ദില്ലിയിൽ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ VS മുഖ്യമന്ത്രിയായിരിക്കെ പലതവണ പ്രസംഗിക്കാനെത്തിയിട്ടുണ്ട്. VS-ന്റെ ആരാധകർ ദില്ലി ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ വരെ ഉണ്ടായിരുന്നു. VS-ന് ഭാഷാപരമായ ന്യൂനതകളുണ്ട്, സംസാരിക്കുന്നതിന് ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ VS-ന്റെ ആ ഒരു താളത്തിലുള്ള പ്രസംഗം കേൾക്കാൻ അന്ന് തടിച്ചുകൂടിയിരുന്ന JNUവിലെ വിദ്യാർത്ഥികളുടെ കൂട്ടത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. നോക്കൂ, വഴിയരികിൽ കാത്തു നിൽക്കുന്ന മനുഷ്യർ ഈ രാത്രിയിൽ, ഇപ്പോൾ സമയം 7:26 3 മണി മുതൽ തുടങ്ങിയ നിൽപ്പാണ്. 2 വശങ്ങളിലുമായിട്ട് കാത്തു നിൽക്കുന്ന മനുഷ്യർ, VS-നെ ഒരു നോക്ക് കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്ന മനുഷ്യർ. കടകളെല്ലാം ഒതുക്കി ആളുകൾ വന്നിരിപ്പാണ്. ഭക്ഷണം കഴിക്കലൊക്കെ നിർത്തി VS-നെ കാണാൻ വേണ്ടി കടകളിൽ നിന്ന് പോലും ഇറങ്ങി നിൽപ്പാണ്. VS-നെ ഒരു നോക്ക് കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്ന മനുഷ്യരാണ്. അവർക്ക് VS ഒരു വികാരമാണ്. VS കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തെ ഉഴുതുമറിച്ചതുപോലെ, AK ഗോപാലനും EMS-ഉം കേരള രാഷ്ട്രീയത്തെ ഉഴുതുമറിച്ചതുപോലെ മറ്റൊരു ഇടതുപക്ഷ നായകൻ കേരള രാഷ്ട്രീയ ചരിത്രത്തെ ഉഴുതുമറിച്ചത് VS-ആണ്. ആ VS-ന്റെ കാലത്തെ സൂര്യോദയങ്ങൾ കണ്ടതേ ഭാഗ്യം എന്നതാണ് നേതാക്കൾ പറയുന്നത്. ആ VS-ന്റെ കാലത്തെ യൗവനമായിരിക്കുക സ്വർഗീയ തുല്യം എന്നാണ് രേഖപ്പെടുത്തപ്പെടുന്നത്. അത്രമേൽ സമരോത്സുകമായ ഒരു കാലം, ആ കാലത്തെയാണ് അടയാളപ്പെടുത്തുന്നത്. ചെറുപ്പക്കാരടക്കമുള്ളവർ, സമൂഹത്തിൻ്റെ നാനാതുറകളിൽപ്പെട്ടവർ എത്തി നിൽക്കുകയാണ്. കഴക്കൂട്ടത്തിനൊരു പ്രത്യേകതയുണ്ട്. അതൊരു വൈജ്ഞാനിക സമൂഹത്തിൻ്റെയും ഒപ്പം തീരദേശ തൊഴിലാളികളുടെയും പ്രതീകമാണ്. ആ തീരദേശ തൊഴിലാളികളും കർഷകരും IT മേഖലയിൽ പണിയെടുക്കുന്നവരും അങ്ങനെ നാനാവിധ മനുഷ്യർ, വൈജ്ഞാനിക സമൂഹത്തിൻ്റെ പ്രതിനിധികളടക്കമുള്ളവർ ഈ കഴക്കൂട്ടത്തുണ്ട്. ആ കഴക്കൂട്ടത്തെ മനുഷ്യരാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിൽ കാണുന്നത്. വരിവരിയായി അവർ നിൽക്കുകയാണ്.